സ്നേഹം എന്നുള്ള വികാരത്തെ തന്നെ നാണം കെടുത്തിയിരിക്കുകയാണ്. റൈറ്റ്, ഗ്രീഷ്മ കോടതി വിധിക്ക് ശേഷം ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും പുറത്തു വരുന്ന കാഴ്ച. മാസ്ക് ധരിച്ചിട്ടുണ്ട് ഗ്രീഷ്മ. പ്രത്യേകിച്ച് വികാരഭേദങ്ങളില്ലാതെ കൂടിയാണ് ഗ്രീഷ്മ. ഈ കുറ്റക്കാരിയാണെന്ന് കോടതി വിധിച്ചപ്പോൾ ഉണ്ടായ നിർവികാരതയിൽ തന്നെ ഗ്രീഷ്മ പുറത്തേക്ക് വരികയും പോലീസ് വാഹനത്തിൽ കയറുകയും ചെയ്യുന്നു. ഷാരോണിന്റെ കുടുംബം പലപ്പോഴും പറയുന്നത് പോലെ ഇത്രയും വലിയ കുറ്റം ചെയ്തു എന്നുള്ള യാതൊരു ലാഞ്ചനയോ ആ കുറ്റബോധമോ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അങ്ങനെ തന്നെ കോടതി കണക്കാക്കുകയാണ്. പ്ലാൻ ചെയ്ത് നടത്തിയ ബ്രൂട്ടലായിട്ടുള്ള മർഡർ. അപ്പോൾ അതിനുള്ള ശിക്ഷ പ്രായം പരിഗണിച്ചുകൊണ്ടല്ല, കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത്. ഡാൻ, മുമ്പ് എന്നത്തെയും പോലെ തന്നെ നിർവികാരികതയായി നിസ്സംഗതയോടുകൂടി പ്രതികരിക്കാതെ ഗ്രീഷ്മ പോലീസ് വാഹനത്തിൽ മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏത് തരത്തിലാണ് ഒരു വൈകാരികമായിട്ടുള്ള രംഗങ്ങളും ആൾക്കാരുടെ പ്രതികരണങ്ങളെല്ലാം വരുന്നത്? അപർണ, ഗ്രീഷ്മയെ വഹിച്ചുകൊണ്ടുള്ള പോലീസ് വാഹനം കോടതി വളപ്പിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. പാറശാല പോലീസിന്റെ പോലീസ് വാഹനമാണ് മുൻപിൽ. അതിനോട് ചേർന്നാണ് ഗ്രീഷ്മയുടെ വാഹനം. വലിയ പോലീസ് ട്രാവലറിൽ ആണ് ഗ്രീഷ്മയെ പോലീസ് കനത്ത സുരക്ഷയിൽ പുറത്തേക്ക് ഇറങ്ങുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. പുറത്ത് ഗ്രീഷ്മയെ കാണുന്നതിനായി തടിച്ചുകൂടിയിരിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. അവർക്കിടയിലൂടെ നന്നായി പണിപ്പെട്ടാണ് പോലീസിന്റെ വാഹനവ്യൂഹം പുറത്തേക്ക് ഇറങ്ങുന്നത്. കനത്ത സുരക്ഷയിൽ ഗ്രീഷ്മയും വഹിച്ചുകൊണ്ടുള്ള പോലീസ് വാഹനം കോടതി വളപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വിധി കേട്ടപ്പോൾ നിസ്സംഗതയോടെ പ്രതിക്കൂട്ടിൽ നിന്ന് ജഡ്ജിയുടെ മുഖത്തേക്ക് നോക്കിയ ഗ്രീഷ്മ മാസ്ക് ധരിച്ചുകൊണ്ട് മുഖം മറച്ചിത പുറത്തേക്ക് എത്തുന്നു. ആ പോലീസ് വാഹനത്തിൽ ഡ്രൈവർ സീറ്റിന് പിന്നിലായി ഗ്രീഷ്മ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നടുവിൽ ഇരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഒരു പ്രതികരണങ്ങൾക്കും ഗ്രീഷ്മ തയ്യാറായിട്ടില്ല. ആ വിധിയോട് ഒരു തരത്തിലും പ്രതികരിക്കാൻ ഗ്രീഷ്മയുടെ ബന്ധുക്കളും തയ്യാറായിട്ടില്ല. ഗ്രീഷ്മ എന്തെങ്കിലും കുറ്റമാണോ? രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നടുവിൽ ഡ്രൈവർ സീറ്റിന് പിന്നിലായി ഗ്രീഷ്മ പുറത്തു നടക്കുന്ന കോലാഹലങ്ങൾക്ക് നടുവിലൂടെ പോലീസ് വാഹനത്തിൽ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. കൂകി വിളിച്ചുകൊണ്ടാണ് പുറത്ത് കാത്തുനിന്ന സാധാരണക്കാരായ ആളുകൾ ഈ കൊടും ക്രൂര കൊലപാതകത്തിന് നിഷ്ഠൂരമായി നേതൃത്വം നൽകിയ ഗ്രീഷ്മയെ പോലീസ് വാഹനത്തിൽ പുറത്തേക്ക് എത്തിച്ചപ്പോൾ കൂകി വിളിച്ചുകൊണ്ടായിരുന്നു നാട്ടുകാർ പുറത്തേക്ക് ഈ വാഹനത്തെ എതിരേറ്റത്. ഡാൻ, നേരത്തെ ഡാൻ കോടതിയിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറയും പോലെ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും നൽകിയപ്പോഴും 307 വകുപ്പ് ചുമത്തിയില്ല, വധശ്രമം പോലീസ് ചുമത്തിയില്ല എന്നൊരു വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ